ഉടുപ്പി കൊച്ചിൻ ഷിപ്പ് ലിമിറ്റഡ് മാൽപ്പ കർണാടകയിൽ നിന്നാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇതൊരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത്. സോ ഓൺലൈൻ ത്രൂ ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഒരു പെർമനൻറ്റ് റോളാണ് വിളിച്ചിരിക്കുന്നത്. ഉടുപ്പി കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. സോ ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് നോക്കാം. ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് പൈപ്പ് ഫിറ്ററാണ്. സോ നിങ്ങൾ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI പാസ്സായിരിക്കണം. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ITIയുടെ. സോ ആ ട്രേഡ് എന്ന് പറയുന്നത് ഫിറ്റർ, പ്ലംബർ, സാനിറ്ററി ഫിറ്റർ ആയിരിക്കണം. അതല്ലെങ്കിൽ കോഴ്സ് വിത്ത് നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ലെവൽ ഇക്വലന്റ് ടു ITI ഇൻ ദ ട്രേഡ് ഓഫ് ഫിറ്റർ, പ്ലംബർ, സാനിറ്ററി ഫിറ്റർ. സോ ഇതിലായിരിക്കണം നിങ്ങളുടെ ട്രേഡ്, ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ് നിങ്ങൾ ITI പഠിച്ചിരിക്കണം. അതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇനി 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫീൽഡ്. ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് ഇൻ ഫാബ്രിക്കേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് പൈപ്പ്സ്, അതുപോലെ തന്നെ നോളജ് ഇൻ പൈപ്പ് ടെസ്റ്റിംഗ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്നതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, പൈപ്പ് ടെസ്റ്റിങ്ങിന് നോളജും ഉണ്ടായിരിക്കണം. സോ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത് വിളിച്ചിരിക്കുന്നത് വെൽഡറാണ്. സോ ഇതിനും ITI പഠിച്ചിരിക്കണം. വെൽഡർ ആയിരിക്കണം നിങ്ങളുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വേണ്ടതെന്ന് ഓർത്തിരിക്കും. അതുപോലെ തന്നെ അല്ലാതെ കോഴ്സ് നാഷണൽ സ്കിൽസിൻ്റെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് ആ കോഴ്സ് സ്കിൽ എന്ന് പറയുന്ന ട്രേഡ് വെൽഡറായിട്ട് പഠിച്ചവർക്ക് ഇതിലൊക്കെ അപ്ലൈ ചെയ്യാം. മിനിമം ഇതിന് 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫീൽഡിലായിരിക്കണം ആ എക്സ്പീരിയൻസ് തെളിയിക്കേണ്ടതെന്ന് ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്നത് ഇലക്ട്രീഷ്യനാണ്. സോ ഇലക്ട്രീഷ്യനും ITI പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ട്രേഡ് വരുന്നത് ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കലൊക്കെയാണ്. മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് കോഴ്സസ് വിത്ത് നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൽ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്, മെക്കാനിക്കലിൽ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സോ മിനിമം 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരുന്നത് മെഷീനറി ഫിറ്ററാണ്. ഇതിനും ITI പാസ്സായിരിക്കണം. ITI പാസ്സാവേണ്ട ട്രേഡ് എന്ന് പറയുന്നത് ഫിറ്റർ, ഡീസൽ മെക്കാനിക്ക്, മെഷീനിസ്റ്റ്, ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്ക്. സോ അല്ലെങ്കിൽ കോഴ്സ് വിത്ത് നാഷണൽ സ്കിൽസ് ഫ്രെയിംവർക്ക് വരുന്ന ITI ട്രേഡ് ഫിറ്റർ, ഡീസൽ മെക്കാനിക്, മെഷീനിസ്റ്റ്, ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേറ്റിംഗ് മെഷീൻ ടൂൾ, അതുപോലെ എക്സ്പീരിയൻസ് ഇൻ ബിയറിംഗ് റീപ്ലേസ്മെൻറ്റ്, എക്സ്പീരിയൻസ് ഇൻ ഇറേഷൻ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. ഈ പറഞ്ഞിരിക്കുന്നതിലായിരിക്കണം എക്സ്പീരിയൻസ് തെളിയിക്കേണ്ടത്. സോ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 18 ജൂൺ 2026, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 17 ജൂലൈ 2026 ആണെന്ന് ഓർത്ത്. ടോട്ടൽ ജനറലിന് വന്നിരിക്കുന്ന 13 വേക്കൻസി, OBCക്ക് 10 വേക്കൻസി, SCക്ക് 6 വേക്കൻസി, STക്ക് 2 വേക്കൻസി, EWന് 4 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 35 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കാം. ദ പോസ്റ്റ് ഷാൾ ബി റിസർവ് ഓൺലി ഫോർ കാൻഡിഡേറ്റ്സ് ഡൊമസ്റ്റിൽ, കർണാടകയിലുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഇവിടെ മെയിനായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ പേ ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 17,000 മുതൽ 66,000 വരെയായിരിക്കും കിട്ടുന്ന സാലറി എന്ന് ഓർത്തിരിക്കാം. എല്ലാ അലവൻസുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. സോ ഈ പോസ്റ്റ് ഷാൾ നോട്ട് എക്സീഡിങ്, അത് 30 വയസ്സിന് കൂടിയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ SC, ST, OBC കാൻഡിഡേറ്റ് അതിനായിട്ടുള്ള ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. മെത്തേഡ് ഓഫ് സെലക്ഷൻ വരുന്നത് ആദ്യം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫർ ആൻഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നീട് പ്രാക്ടിക്കൽ ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഫേസ് 1 ആണെങ്കിൽ 30 മാർക്കിൻ്റെ, ഫേസ് 2 എന്ന് പറയുന്നത് 70 മാർക്കിൻ്റെ ആണെന്ന് ഓർത്തിരിക്കുക. സോ ഇനി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ നോക്കാം. അത് ഉടുപ്പി കൊച്ചി ഷിപ്പ് ലിമിറ്റഡ്, മാൽപ്പ അല്ലെങ്കിൽ എനി അതർ പ്ലേസ് ഇൻ ഉടുപ്പി ഡിസൈഡ് ബൈ ഉടുപ്പി CSL എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കേണ്ട ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 400 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 18 ജൂൺ ടു 17 ജൂലൈ 2026 വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഓൺലി ത്രൂ ഓൺലൈനിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഓർത്തിരിക്കുക ഫീ പേയ്മെൻറ്റിൻ്റെ. സോ ആപ്ലിക്കേഷൻ ബിലോങ് ടു SC, ST കാൻഡിഡേറ്റിന് ആപ്ലിക്കേഷൻ ഫീസ് ചെയ്യുന്ന ഓർത്ത്. എങ്ങനെ അപ്ലൈ ചെയ്യാൻ ചോദിച്ചാൽ ആദ്യം നിങ്ങൾ www.kochiShipyard.in വെബ്സൈറ്റ് എടുക്കുക. അതിൽ USCSL മാൽപ്പ എന്ന് പറയുന്ന ഫോട്ടോ എടുക്കുക. അതിൽ ഈ സെക്ഷൻ 1 കിടക്കുന്നുണ്ടായിരിക്കും. സോ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതാണ്. സോ ഇതാണ് ഇതിന് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതിൽ അപ്ലൈ ചെയ്ത്